പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കുന്ന നമുക്ക് ചിന്തിപ്പാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിട്ടുള്ളതായ ഈ ഭാഗം യോശുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായമാണ്. 23-ാമത്തെ അധ്യായം യോശുവയുടെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, യോശുവ മരണത്തോടടുത്തു എന്നുള്ള തിരിച്ചറിവ് യോശുവയ്ക്കുണ്ടായിരിക്കുന്നു. ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു ചിന്ത അവന് കൈവന്നു. നമുക്കറിയാം, ആവർത്തന പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ മോശയും ഇപ്രകാരം, ഉൽപ്പത്തി പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ യാക്കോബും ഇപ്രകാരം. ഞാൻ ആരാണ്? ശാരീരികമായുള്ള എൻ്റെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ട് നാം അറിയണം? അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട ചില പരമപ്രധാനമായ തീരുമാനങ്ങളുണ്ട്, സമർപ്പണങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. യോശുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് താത്വികമായി പറഞ്ഞാലുള്ളത്. 1 വിശ്വാസം, 2 അനുസരണം, 3 അനുസരണക്കേടിൻ്റെ അനന്തര ഫലങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് 23-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും വിവരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. 1 തൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും, 2 ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള വെളിപ്പാടുമാണ്. യോശുവ എന്താണ് അവിടെ പറയുന്നത്? യഹോവയായ ദൈവം നമുക്ക് ജയം നൽകിയിരിക്കുന്നു. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ദൈവം എന്തിനു വേണ്ടി ഇസ്രായേൽ ജനത്തിനായി യുദ്ധം ചെയ്തു? ദൈവം യുദ്ധം ചെയ്തു. ആർക്ക് വേണ്ടി? അവന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്തു. ദൈവം യുദ്ധം ചെയ്തതുകൊണ്ട് എന്തുണ്ടായി? അതിൻ്റെ മേലെല്ലാം ജയമുണ്ടായി. ദൈവം ജയം നൽകുന്നവനാണ്. ദൈവം ജയം തരുന്നവനാണ്. ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വ്യാപരിക്കുന്നവനും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനുമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി അവനെ സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കുറവുകൾ നോക്കാതെ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. നമ്മളുടെ ചില പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്നും പോരാട്ടങ്ങളാണ്, എന്നും പോരാട്ടങ്ങളാണ്. പോരാട്ടമില്ലാത്ത ഒരു ദിവസം എന്നുണ്ട് നമുക്ക്? യുദ്ധമില്ലാത്ത ദിവസം എന്നാണുള്ളത്? അകത്തും അകത്തും പുറത്തും യുദ്ധമാണ്. അകത്തുള്ള യുദ്ധം എവിടെ? ഞാനും എൻ്റെ ശരീരവുമായിട്ടാണ്. വീണ്ടും ജനിച്ച ദൈവ പൈതലും അവൻ്റെ ശരീരവുമായിട്ടാണ് അകത്തുള്ള യുദ്ധം. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ എന്നെ താഴോട്ട് വലിച്ചു മാറ്റുന്നു, എന്നെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു മാറ്റുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്നത് എന്തുകൊണ്ട്? പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷീണിക്കുന്നത് എന്തുകൊണ്ട്? ജഡം പറയുന്നു, ഇനി നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇസ്രായേൽ ജനം തളർന്നത് ആ ഒരൊറ്റ സ്ഥാനത്താണ്. ഞങ്ങൾക്കെങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? നമ്മൾ ഭയപ്പെടുന്ന, നമ്മൾ ഭാരപ്പെടുന്ന, നമ്മൾ തളരുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. എൻ്റെ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് വേണ്ടി രക്തം തന്നവൻ എൻ്റെ ഒരു കാര്യത്തിനായി ഇറങ്ങി വരും. അവൻ എൻ്റെ വിഷയം പരിഹരിപ്പാൻ അവൻ ഇറങ്ങി വരും.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിശ്ചയമായും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾക്ക് ജയം തരാൻ ഇറങ്ങി വരുന്ന വലിയവനായ ഒരു ദൈവമുണ്ട്. ഞാനതിൽ പലപ്പോഴും ഓർക്കാറുള്ളത് നമ്മുടെ മണ്ടത്തരങ്ങൾ, നമ്മുടെ അവിവേകങ്ങൾ, നമ്മുടെ ഓർമ്മക്കുറവുകൾ, നമ്മുടെ അബദ്ധങ്ങൾ, ഇതെല്ലാം ശരിക്കും ചിന്തിച്ചാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്തിടമാണ്, ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. എന്നാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് കൈപിടിച്ച് കരകയറ്റുന്ന ജീവനുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത സമയങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, എനിക്ക് വേണ്ടി വില കൊടുത്ത എൻ്റെ ദൈവം ഇറങ്ങി വരും, എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു അപ്പച്ചൻ ഇറങ്ങി വരും. ആ കാര്യം വിസ്മരിച്ചുകൂടാ. അവൻ വാസ്തവമായി നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും, നമ്മെ അവൻ സഹായിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്ന്, ദൈവം ജയം തരുന്നവനാണ്. യോശുവ മരിക്കും മുമ്പ് ദൈവജനത്തെ പഠിപ്പിച്ച കാര്യം, വചനമനുസരിച്ച് ജീവിച്ചാൽ നിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവം ജയം തരും. ഇത് യോശുവ ആരെ പഠിപ്പിച്ചു? തൻ്റെ മക്കളെ അവൻ പഠിപ്പിച്ചു. യോശുവ ഇത് തൻ്റെ പ്രിയ മക്കളെ കാണിച്ചു കൊടുത്തു. മരിക്കും മുമ്പ് മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. വൃദ്ധനാകുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അന്ത്യത്തോട് നടന്നടക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. മക്കളെ, ജയം തരുന്നത് ദൈവമാണ്. ഇന്ന് വരെ നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്താൽ ജയിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ നമ്മളുടെ ജയം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, പ്രതിസന്ധികളിൽ, ഭാരങ്ങളിൽ, സങ്കടങ്ങളിൽ, നഷ്ടങ്ങളിൽ, പരാജയപ്പെടുമെന്ന് തോന്നിയ സ്ഥാനങ്ങളിൽ ജയം തരുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. അത് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കേണ്ടതും എൻ്റെ മക്കളിലേക്ക് അത് പകർത്തി കൊടുക്കേണ്ടതും വൃദ്ധനായ എൻ്റെ ചുമതലയാണ്. ഞാൻ എൻ്റെ വാർദ്ധക്യത്തെ അറിയണം, എൻ്റെ നിര്യാണകാലം മുൻപിലുണ്ടെന്നറിയണം. അതുകൊണ്ട് ജയം തരുന്ന ഒരു ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. യോശുവ ചെയ്ത ഒന്നാമത്തെ കാര്യം അതാണ്. 23-9 വാക്യം നിങ്ങൾ നോക്കൂ. യഹോവ നിങ്ങളുടെ മുൻപിൽ നിന്നു വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് നീക്കിയത്? യഹോവ നീക്കി. ആരെയാണ് യോശുവ പഠിപ്പിച്ചത്? മക്കളെ, ഞാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ദേശം മുഴുവൻ യോശുവ സ്വസ്ഥത കൊടുത്തു. അനാക്യമല്ലന്മാരെ, അമോന്യരെ, മോവാബ്യരെ എന്ന് വേണ്ട സകല 12 രാജ്യങ്ങളെയും നാട്ടുരാജാക്കന്മാരെയും അവൻ ഒതുക്കി, സകല ശത്രുക്കളെയും കീഴടക്കി. യോശുവ എല്ലാറ്റിൻ്റെ മേലും ജയം കൊടുത്ത് പോകാൻ സമയം അവൻ പറഞ്ഞു, നമുക്ക് ജയം തരുന്നൊരു ദൈവമുണ്ട്, ശത്രുക്കളുടെ മേൽ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോശുവ അവരെ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ കാര്യം ഇങ്ങനെയാണ്. 5-6 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു, നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കണം. ദൈവം ചെയ്ത വാഗ്ദത്തം ദൈവം പൂർത്തീകരിക്കും. എവിടെ? വാഗ്ദത്ത നാട്ടിൽ
അവകാശങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞാനൊന്നുകൂടി പറയാം, വാഗ്ദത്ത നാട്ടിൽ എൻ്റെ അവകാശങ്ങൾ എൻ്റെ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്. നിങ്ങൾക്ക് ഒരു അവകാശമുണ്ട്. എവിടെ? എവിടെ? വാഗ്ദത്ത നാട്ടിലൊരു അവകാശമുണ്ട്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത നാട് യോർദാൻ അക്കരെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഗ്ദത്ത നാട് യോർദാൻ അക്കരെയാണ്. പക്ഷെ ആ യോർദാന്റെ അപ്പുറത്തൊരു പേര് കൂടി ചേർക്കണം, മരണയോർദാൻ. മരണയോർദാന്റെ അക്കരെയാണ് നമ്മുടെ വാഗ്ദത്ത നാട്. അവിടെ എനിക്കൊരു അവകാശം എൻ്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവനെ സ്തോത്രം ചെയ്യാം. അവിടെ എനിക്ക് എൻ്റെ ദൈവം ഒരവകാശം വെച്ചിട്ടുണ്ട്. എവിടെ? വാഗ്ദത്ത നാട്ടിൽ എനിക്ക് അവകാശമുണ്ട്. ഒന്ന് പറയാമോ? വാഗ്ദത്ത നാട്ടിൽ എനിക്കൊരവകാശം എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ പ്രത്യാശയാണ്. നമ്മൾ മരിക്കും മുമ്പ് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കേണ്ടത്, ജീവനോടിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടത്, നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ടെന്ന് അവരെ നമ്മൾ പഠിപ്പിക്കണം. മരിച്ചതിന് ശേഷം ഒരു കാര്യവും ചെയ്ത് അത് സ്വന്തമാക്കാൻ ഒരു മാർഗവും ഒരു പോംവഴിയും ഇല്ല. ആരും നമ്മളെ പറ്റിക്കാൻ ഇടവരരുത്. അതും ഇതും പറഞ്ഞ്, ഇതും അതും പറഞ്ഞ് ആരും നമ്മളെ വഞ്ചിക്കരുത്. ദൈവവചനം മാത്രം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ വളരെ അച്ചട്ടായിട്ട് പറയുന്ന ഒരു വസ്തുതയുണ്ട്. അത് ഞാൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവിൽ മരിച്ചാൽ ഞാൻ ജീവിക്കും. ജീവിക്കുന്നവന് വാഗ്ദത്തം ഉണ്ട്. ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും അതുക്കും മീതെ എനിക്കൊരു യഹോവയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണം എന്നെ കീഴടക്കിയാലും അതുക്കും മീതെ എനിക്കൊരു വാഗ്ദത്തമുണ്ട്. അവിടെ എനിക്കൊരു അവകാശമുണ്ട്. ഞാൻ നട്ടിട്ടില്ലാത്തത് ഞാൻ അനുഭവിക്കും. ഞാൻ നേടിയിട്ടില്ലാത്തത് എനിക്ക് എൻ്റെ ദൈവം തരും. ഞാൻ ചെലവ് ചെയ്യാത്തത് ഞാൻ ആസ്വദിക്കും. അവൻ്റെ പൗരത്വം, സ്വർഗനാട്ടിലെ പൗരത്വം, സ്വർഗീയമായ അനുഭവം, സ്വർഗീയമായ മനോഹരമായ അവസ്ഥകൾ, ഇതെല്ലാം കണ്ട് എങ്ങനെ സന്തോഷിക്കാതിരിക്കും? 2000 വർഷങ്ങൾക്കപ്പുറത്ത് എൻ്റെ പ്രാണപ്രിയനും വീണ്ടെടുപ്പുകാരനുമായവൻ കൈപ്പണിയില്ലാത്ത ഒരു ഭവനം എനിക്ക് വേണ്ടിയിട്ട് അവൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രയോ മനോഹരമാണ്. അവിടെ ചെന്നാൽ 1 2 3 അവനെ നിത്യതയോളം സ്തുതിക്കും. കിരീടങ്ങളെ താഴെയിട്ട് ഒരുമിച്ചവനെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചാരാധിക്കും. അവൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതിൻ്റെ മഹിമയാണ് അതിൻ്റെ കാരണം. ആ വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഞാൻ 3-ാമത്തെ കാര്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരട്ടെ ദൈവമക്കൾ. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മളുടെ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. എന്തായിരിക്കണം നമ്മുടെ തിരിച്ചറിവ്? എനിക്കൊരു മരണമുണ്ട്, എനിക്കൊരു വാർദ്ധക്യമുണ്ട്, ഞാനിവിടം വിടാറായി. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒന്ന്, ജയം തരുന്നൊരു ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. 2-ാമത്തേത്, ഒരു വാഗ്ദത്ത നാടിനെ മറ്റുള്ളവർക്ക് പറഞ്ഞുറപ്പിക്കണം. ആ വാഗ്ദത്ത നാട്ടിൽ എനിക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം തരുവാൻ എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്. 3-ാമത്തെ കാര്യം, അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പീൻ. അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കണം. മരുഭൂമിയിൽ അലഞ്ഞുഴലുന്ന പെണ്ണൊട്ടകം പോലെയാകരുത്. ഉറപ്പുള്ളവർക്കേ തീരുമാനങ്ങളുള്ളൂ. തീരുമാനങ്ങളുള്ളവർക്കേ സമർപ്പണമുള്ളൂ.
സമർപ്പണമുള്ളവർക്കേ ജയമുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഉറപ്പുള്ളവർക്കേ തീരുമാനമെടുത്തിട്ട് പ്രയോജനം ഉള്ളൂ. തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ സമർപ്പണം നടക്കൂ. സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാകൂ. പ്രിയ ദൈവമക്കളെ, സ്ഥിരമായ മനസ്സ്, ഇരുമനസ്സുള്ളവരെ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ അതിനു വേണ്ടി വിളിക്കുന്നത്. ഇരുമനസ്സുള്ളവരെ, നിങ്ങളുടെ കൈകളെ നിങ്ങൾ വെടിപ്പാക്കുവീൻ. ഇരുമനസ്സുള്ളവർക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയില്ല. കള്ളനെ കണ്ടാൽ അവൻ്റെ കൂടെ കൂടും. തുള്ളുന്നവരും ആടുന്നവരും പാടുന്നവരെയും കണ്ടാൽ അതിൻ്റെ കൂടെ കൂടും. വേറൊരു സെക്ഷൻ കണ്ടാൽ അതിൻ്റെ കൂടെ കൂടും. അല്ല, ഞാനൊരു ദൈവപൈതലാണെന്നുള്ള ബോധം എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും കൈവിടരുത്. നല്ലൊരു കാലമുണ്ടായിരുന്ന, കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും കാലിനും കൈക്കും ആരോഗ്യവും ഉണ്ടായിരുന്ന നല്ല പ്രായം മുഴുവനും പാപത്തിന് വിറ്റുകളഞ്ഞു. അവസാനം ചോരയും നീരും നീങ്ങി ആരോഗ്യം കെട്ടുകഴിഞ്ഞപ്പോഴാണ് സർവശക്തനെ കാണാൻ ഭാഗ്യം ലഭിച്ചത്. എന്നാൽ അന്നെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ശേഷിക്കുന്ന കാലം പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും തിന്ന് ശേഷിപ്പിച്ചതിന് പകരം നിൽക്കുന്നൊരു കർത്താവുണ്ട്. അയാൾ നിരാശപ്പെടണ്ട. നല്ല കാലം പോയല്ലോ എന്ന് ഓർക്കണ്ട. ദൈവം തന്നിരിക്കുന്ന, അവനെ കാണാൻ കണ്ണിന് കാഴ്ച തന്ന കാലം മുതൽ വിശുദ്ധിയോടെ സ്ഥിര മനസ്സോടെ നിൽക്കണം. ജീവിതത്തിൽ അതെല്ലാം പങ്കിട്ട് തന്ന യേശു കർത്താവിന് മുൻഗണന കൊടുക്കണം. നമ്മൾ പറയുമ്പോൾ മുൻഗണന കർത്താവിന് കൊടുക്കും. എന്നിട്ട് പലപ്പോഴും പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ വേറെ പലതിനുമാണ് മുൻഗണന. നമ്മൾ ഇതുപോലെ ഇരിക്കുമ്പോൾ വേലയ്ക്കാണ് മുൻഗണന. എന്നാൽ ഇവിടം വിട്ടിറങ്ങിയാൽ വേലയ്ക്കല്ല മുൻഗണന. വേലയ്ക്ക് മുൻഗണന കൊടുക്കണം. കർത്താവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ പ്രയോറിറ്റിക്ക് മാറ്റം വരും. അതിന് പറയുന്ന പേരാണ് വചനം അനുസരിക്കണം. വചനം അനുസരിക്കണമെങ്കിൽ സ്ഥിരമായ മനസ്സുണ്ടാകണം. നമ്മുടെ അയോഗ്യത നോക്കാതെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്. അതുകൊണ്ട് നമ്മാലാവോളം വചനം അനുസരിച്ച് ജീവിക്കണം. ദൈവവചനം വായിച്ചു പോകുമ്പോൾ എനിക്കെടുക്കാവുന്ന തീരുമാനങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യണം. ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങളെ മാർക്ക് ചെയ്ത് പോകണം. ദൈവ സന്നദ്ധിയിൽ സ്ഥിര മനസ്സോടെ നിൽക്കണം. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഇതാണ്, വചനം അനുസരിക്കണം. അനുസരിച്ചാൽ അനുഗ്രഹം അവൻ നമുക്ക് തരും. നാലാമത്തെ കാര്യം ഇതാണ്. 10ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പീൻ. ഞാനതിൻ്റെ അടിയിൽ ചുമപ്പും കറുപ്പും ചേർത്ത് വരച്ചിട്ടു, കണ്ണിൽ പെടാതെ പോകരുത് എന്ന് ആഗ്രഹിച്ചിട്ട്. എനിക്ക് എൻ്റെ ദൈവം ജയം തന്നതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യഹോവ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് തീർന്നില്ല. 2, എനിക്ക് വാഗ്ദത്ത നാട്ടിൽ അവകാശം തന്നതുകൊണ്ട് തീർന്നില്ല. 3, വചനം അനുസരിച്ചാൽ അനുഗ്രഹം തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കും. യോശുവ മുത്തച്ഛനായി, മുതുമുത്തച്ഛനായി, 110ാമത്തെ വയസ്സിൽ അവൻ ലോകത്തോട് യാത്ര പറഞ്ഞു. വേർപിരിയുമ്പോഴുള്ള യോശുവയുടെ അന്ത്യപ്രസംഗമാണ് 1ാം ഭാഗം. 2ാം ഭാഗം 24ാം അധ്യായമാണ്. 1ാം ഭാഗം 23ാമത്തെ അധ്യായമാണ്. 23ാം അധ്യായത്തിൽ അവൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് പറഞ്ഞു. 24ാം അധ്യായത്തിൽ അവൻ അവൻ്റെ കാര്യം പറഞ്ഞു. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. പ്രിയ ദൈവമക്കളെ, 23ാമത്തെ അധ്യായത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു, അതുകൊണ്ട് അവനെ സ്നേഹിക്കണം. അതുകൊണ്ട്
അവനെ സ്നേഹിക്കണം. പിതാക്കന്മാരുടെ കാലം മുതൽ, ദൈവജനം വിടുവിക്കപ്പെട്ട കാലം മുതൽ പ്രതിസന്ധികളിൽ, പകൽക്കാലങ്ങളിൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിസ്തംഭം. നാം സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അറിയാം, മേഘം ഉയരാതെ കൂടാരത്തെ മൂടിയിരിക്കുമ്പോൾ എത്ര കാലം മൂടിയിരിക്കുന്നുവോ അത്ര കാലം അവരോട് പാർക്കണം. മേഘം മെല്ലെ പൊങ്ങുമ്പോൾ അവർ കൂടാരത്തിൻ്റെ കുറ്റി ഇളക്കണം. മേഘം പോയി അവിടെ നിൽക്കുന്നുവോ അവിടെ കൂടാരമടി. ദൈവമക്കളെ, ദൈവം അറിയാതെ ദൈവജനത്തിന് ചലിക്കാൻ പറ്റില്ലായിരുന്നു. ചലിക്കാൻ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നമ്മളുടെ തലയ്ക്ക് മീതെ ഒരു അധികാരമുണ്ട്, തലയ്ക്ക് മീതെ ഒരു കരമുണ്ട്. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ദൈവത്തിന് പ്രസാദമാണോ എന്ന് തിരക്കാതെ ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. ദൈവത്തിന് പ്രസാദമല്ലാത്തൊരു കാര്യം ജീവിതത്തിൽ വന്ന് സംഭവിക്കാതിരിക്കട്ടെ. ദൈവമക്കളെ, അവനെ സ്നേഹിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. മക്കളെ, പറഞ്ഞു കൊടുക്കണം. നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. പണ്ട് ഞാൻ ആരായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാണ്, എവിടെയാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത്, അത് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സാക്ഷ്യം സമൂഹ മധ്യത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കളോട് നമ്മുടെ സാക്ഷ്യം പറയണം. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങൾ പറയണം, നമ്മുടെ ദുരിതത്തിൻ്റെ നാളുകൾ പറയണം, നമ്മുടെ ശൂന്യതയുടെ കാലങ്ങൾ പറയണം, നമ്മുടെ അയോഗ്യതയുടെ നാളുകൾ പറയണം. അതിന് നടുവിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ആ ദൈവത്തെ തലമുറയോട് പറഞ്ഞു കൊടുത്തിട്ട് വേണം ആ ദൈവത്തെ മക്കളെ സ്നേഹിച്ചോളണം. രോഗം മാറിയില്ലെങ്കിലും, പരീക്ഷയ്ക്ക് തോറ്റുപോയാലും, ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയാലും, ആത്യന്തികമായി എനിക്ക് ജയം തരുന്നൊരു ദൈവം ജീവിക്കുന്നു. ഒടുവിലത്തെ ജയം എനിക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം. അവസാനം നമ്മൾ ജയിക്കും, ഒടുവിൽ നമ്മൾ ജയിക്കും നിശ്ചയമായിട്ട്. ഒരു ദൈവഭക്തൻ്റെ ഏറ്റവും വലിയ വേദന എന്നാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ വഴിതിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു ദൈവഭക്തൻ്റെ കണ്ണുനീർ ഏറ്റവും കൂടുതൽ വീഴുന്നത്. ആ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവർ ജീവിക്കുമ്പോഴാണ് ഹൃദയത്തിൽ ഏറ്റവും നൊമ്പരപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ബന്ധപ്പെട്ട ചില കുടുംബങ്ങളുടെ വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ദൈവഭക്തൻ്റെ ഏറ്റവും വലിയ വേദന അവൻ്റെ ജീവിത പങ്കാളി രക്ഷിക്കപ്പെടാത്തതായാൽ, അവൻ്റെ മക്കൾ രക്ഷിക്കപ്പെടാത്തതായാൽ, അവരുടെ മക്കളും അവരുടെ ജീവിത പങ്കാളിയും കർത്താവിൻ്റെ വേലയിലില്ലാതെ പോയാൽ ഇതുപോലെ മറ്റൊരു നരകമില്ലെന്ന് ഞാൻ പറയും. എന്നെ വിളിച്ചിട്ട് ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു. എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും സാറേ? ആരോടും എനിക്ക് പറയാൻ വയ്യ, ആരോടും മിണ്ടാൻ എനിക്ക് വയ്യ. പക്ഷേ എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. ഞാൻ പഠിപ്പിച്ച, ഞാൻ വളർത്തി ഉയർത്തിക്കൊണ്ടുവന്ന എൻ്റെ മകൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ, ജയം തരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ ദൈവമുള്ളവരായി കാണണം. അതിനുവേണ്ടി അവർ നല്ലവരായാൽ പോരാ, അവർക്ക് നല്ല ജോലിയല്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസമല്ല, അവർക്ക് നല്ല ആരോഗ്യമല്ല, അവർക്ക് നല്ല യോഗ്യതകളല്ല. എൻ്റെ മക്കൾക്ക് വേണ്ടത് നിത്യതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഗർഭം ധരിച്ച ഗർഭപാത്രവും ജന്മം കൊടുത്ത കടിപ്രദേശവും വേദനിക്കും എന്ന് മറക്കരുത്. ഞാൻ ഒടുവിൽ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യവും കൂടി യോശുവ പഠിപ്പിച്ചു. 14-ാമത്തെ വാക്യം, ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. ഞാനിതാ സകല ഭൂവാസികളുടെയും വഴിയിലൂടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സകല ഭൂവാസികളും പോകുന്ന മരണവഴിയിലൂടെ ഞാൻ പോകുകയാണ് എന്നർത്ഥം. ഞാൻ പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കും. ഞാൻ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. യോശുവ പറഞ്ഞു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. താൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ന്റെ 10-ാം വാക്യം ഏലിയാവ് പറയുന്ന വാക്കാണ്. ഞാൻ യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചിട്ടും മരിക്കണം, വളരെ അധ്വാനിച്ചിട്ടും മരിക്കണം. ജീവിതത്തിലൊരു സ്വപ്നമാണത്. യേശുവിന് വേണ്ടി
വളരെ അധ്വാനിച്ചിട്ട് മരിക്കണം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മുൻപിൽ എന്തിനൊക്കെയോ വേണ്ടി പ്രാർത്ഥിച്ചു, എന്തിനൊക്കെയോ വേണ്ടി പ്രാർത്ഥിച്ചു. സകല വിഷയത്തിന്റെ മേലും അത്ഭുതങ്ങളുടെ ദൈവമേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഇന്ന് മുട്ടുമടക്കിയ ഒരു വ്യക്തിയെ പോലും വൃഥാ വായിക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ നിന്റെ എളിയ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നു. ആരെയും വൃഥാ വായിക്കല്ലേ. ഇപ്പോൾ നിന്റെ അദൃശ്യമായ കരം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ശിരസിൽ വെച്ച് ഈ സമയത്ത് അനുഗ്രഹിച്ചാട്ടെ, വിടുവിച്ചാട്ടെ. പോരാളിയായിട്ടല്ല, ജയാളിയായി ജീവിപ്പാൻ നീ കൃപ കൊടുക്കണമേ, സഹായിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഇതാ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.